ഹായ് ഫ്രണ്ട്സ്, കേരള PSC 9/9/2023 നടത്തിയ കൂലി വർക്കർ LGS ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 മെസഞ്ചർ നൈറ്റ് ഫാം വർക്കർ ആംബുലൻസ് അസിസ്റ്റൻ്റ് തുടങ്ങിയ പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സ്റ്റേജ് 3യുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ചോദ്യം 1. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. എ. ഒരു ഉപഗ്രഹ അധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഹൂവൻ. ബി. ഹൂവൻ ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. സി. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഹൂവൻ ISRO ആണ് നിർമ്മിച്ചത്. ഇതിൻ്റെ ഉത്തരം സി ആണ്. എയും ബിയും സിയും ശരിയാണ്. സി ആണ് ഇതിൻ്റെ ഉത്തരം. ചോദ്യം 2. മലയാളം ദൃശ്യ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ ആര്? ഉത്തരം ബി ആണ്, ഇവാൻ. ചോദ്യം 3. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം 3. ഉത്തരം സി ആണ്. ശരിയായ ജോഡികൾ എയും ബിയുമാണ്. സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 4. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതികളുടെ പേര് കണ്ടെത്തുക. സൂചനകൾ: 1. നഗരത്തിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. 2. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. 3. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഉത്തരം ഡി ആണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ചോദ്യം 5. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ചോദ്യം 5. എ ആണ് ഇതിൻ്റെ ഉത്തരം. ചോദ്യം 6. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? ചോദ്യം 6. ഉത്തരം എ ആണ്. എയും ബിയുമാണ് തെറ്റ്. ചോദ്യം 7. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഉത്തരം ബി ആണ്. ഖസാക്കിൻ്റെ ഇതിഹാസം. ചോദ്യം 8. ചേരുംപടി ചേർക്കുക. കലയും കലാകാരനും. ചോദ്യം 8ൻ്റെ ഉത്തരം ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 9. 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏത്? ചോദ്യം 9. അതിൻ്റെ ഉത്തരം സി ആണ്. കുമരകമാണ് സ്ഥലം. ചോദ്യം 10. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ചോദ്യം 10. ഉത്തരം ഡി ആണ്. ഈ സിയും ഡിയും ശരിയാണ്. ചോദ്യം 11. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഉത്തരം എ ആണ്. മിനിക്കോയി ദ്വീപ്. ചോദ്യം 12. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏത്? ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം സി ആണ്. ദോഡാബെട്ട. ചോദ്യം 13. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി ആണ്. മിസോറാം. ചോദ്യം 14. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏത്? ഉത്തരം ഡി ആണ്. പാക് കടലിടുക്ക്. ചോദ്യം 15. റൂർക്കല ഇരുമ്പ് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ്? ചോദ്യം 15. ഉത്തരം ഡി ആണ്. ജർമ്മനി. ചോദ്യം പശ്ചിമഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം ഏത്? ചോദ്യം 16. ഉത്തരം സി ആണ്. നീലഗിരി. ചോദ്യം 17. ദേശീയ NH1 ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം ബി ആണ്. ഡൽഹി, അമൃത്സർ. ചോദ്യം 18. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുചീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം എ ആണ്. ജാംനഗർ. ചോദ്യം 19. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി വർഷം ഏത്? ഉത്തരം ബി ആണ്. 1951. ചോദ്യം 20. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? ഉത്തരം സി ആണ്. കണ്ണൂർ. ചോദ്യം 21. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ
ാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ചോദ്യം 21. ഉത്തരം സി ആണ്. 97-ാം ഭേദഗതി. 22. ഇന്ത്യയിലെ നിലവിലെ കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ചോദ്യം 22. ഉത്തരം എ ആണ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ചോദ്യം 23. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ ചുമതലയിൽ ഏത്? ചോദ്യം 23. ഉത്തരം ഡി ആണ്. മനുഷ്യധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക. ചോദ്യം 24. വിവരാവകാശ നിയമം 2005 കണ്ടെത്തുക. ചോദ്യം 24. ഉത്തരം ഡി ആണ്. 1, 3, 4 ശരിയാണ്. ചോദ്യം 25. കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഉത്തരം സി ആണ്. വിശ്വാസ് മേത്ത. ചോദ്യം 26. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടം എടുത്തിരിക്കുന്നത്? ചോദ്യം 26. ഉത്തരം എ ആണ്. ബ്രിട്ടൻ. ചോദ്യം 27. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? ചോദ്യം 27. ഉത്തരം ബി ആണ്. 2010 ഏപ്രിൽ 1. ചോദ്യം 28. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര്? ചോദ്യം 28. ഉത്തരം ബി ആണ്. മോത്തിലാൽ നെഹ്റു. ചോദ്യം 29. തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്രാം ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? ഉത്തരം സി ആണ്. 3 മാസം. ചോദ്യം 30. 1980 സുനിൽ ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം 30. ഉത്തരം ഡി ആണ്. ഹർജി. ചോദ്യം 31. ഇന്ത്യ ശക്തി പകർന്ന വരിക വരിക എന്ന ഗാനം രചിച്ചത് ആര്? ചോദ്യം 31. ഉത്തരം ബി ആണ്. അംശി നാരായണ. ചോദ്യം 32. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സമ്മേളനം ഏത്? ഉത്തരം സി ആണ്. ലാഹോർ സമ്മേളനം. ചോദ്യം 23. ബംഗാൾ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത്? ചോദ്യം 33. ഉത്തരം ഡി ആണ്. ആനന്ദ മഠം. ഇന്ത്യയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ ഏത്? ചോദ്യം 34. ഉത്തരം ബി ആണ്. രേഖാംശ രേഖകൾ. ചോദ്യം 35. നോവൽ ഇടുകയും ചെയ്തത് ആര്? ഉത്തരം എ ആണ്. ചോദ്യം നെല്ലറി എന്നറിയപ്പെടുന്ന ഏത്? ചോദ്യം 36. ഉത്തരം ഡി ആണ്. ചോദ്യം 30. ഛത്രപതി സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ആര്? ഛത്രപതി എന്ന മറാഠ ഭരണാധികാരി. ചോദ്യം 37. ഉത്തരം ബി ആണ്. ശിവജി. ചോദ്യം 38. കൊടും രാജ്യങ്ങളിൽ കൂരയ്ക്കുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിക്ക് പറയുന്ന. ചോദ്യം 38. ഉത്തരം എ ആണ്. ഹരിത ഗൃഹകൃഷി. ഏറ്റവും വലിയ എഴുതപ്പെട്ട രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഉത്തരം ഇന്ത്യ. ചോദ്യം 40. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഉത്തരം ഡി ആണ്. ഇവയെല്ലാം. ചോദ്യം 41. അന്തരീക്ഷ ഉപകരണം ഏത്? അന്തരീക്ഷ താപം അളക്കുന്നതിനുള്ള ഉപകരണം. ഉത്തരം തെർമോമീറ്റർ. ചോദ്യം 42. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ചോദ്യം 42. സമത്വ സ്ഥാപിച്ചത് എ ആണ്. അതിൻ്റെ ഉത്തരം സ്വാമികൾ. ചോദ്യം 43. തിരുവിതാംകൂറിലെ അവർണ വിഭാഗ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ മുണ്ടെടുക്കുവാനും മേൽമുണ്ട് ധരിക്കുവാനുമുള്ള അവകാശം നടന്ന സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബി ആണ്. ലഹള. ചോദ്യം 4. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ
വീട്ടിൽ തിരികെ നൽകിയത് ഗവൺമെന്റിന്? ചോദ്യം 44. ഉത്തരം ഗാന്ധിജി. നിയമനിർമ്മാണ ആര്? ചോദ്യം 45. ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചോദ്യം 46. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം? 46. ഉത്തരം ഒട്ടകം. ചോദ്യം 47 എന്ന വാക്കിൻ്റെ അർത്ഥം? ചോദ്യം 47. ഉത്തരം ബി ആണ്, നദികൾക്കിടയിലുള്ള പ്രദേശം. നദികൾക്കിടയിലുള്ള പ്രദേശമെന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ചോദ്യം 48. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ചോദ്യം 48. ഉത്തരം ഡി ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം 49. വിദ്യാഭ്യാസത്തിനായി ശാരദ സദൻ സ്ഥാപിച്ചത് ആര്? ചോദ്യം 49. ഉത്തരം ബി ആണ്, പണ്ഡിത രമാബായി. ചോദ്യം 50. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏത്? ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി? ഉത്തരം ബി ആണ്, നൈൽ നദി. ചോദ്യം 51. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും ഒരു വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത ആര്? ഉത്തരം സി ആണ്, മാഡം ഭിക്കാജി കാമ. ചോദ്യം 52. പ്രാദേശിക ഭാഷാ പത്ര നിയമം ആര്? പ്രാദേശിക ഭാഷാ നിയമം? ഉത്തരം എ ആണ്, ലിട്ടൺ പ്രഭു. ചോദ്യം 53. വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദനത്തിലാണ്? അതിൻ്റെ ഉത്തരം എ ആണ്, 21. ചോദ്യം 54. തിരുവിതാംകൂർ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്ഥാപനം? ചോദ്യം 54. ഉത്തരം ബി ആണ്, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ചോദ്യം 50. പ്രഭുത്വ എന്ന ആര്? ഉത്തരം ബി. ചോദ്യം 50. ാത്തത് ഏത്? ചോദ്യം 56. ഉത്തരം സി ആണ്, നികുതി. ചോദ്യം 50. എന്നറിയപ്പെടുന്ന ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം എ ആണ്, ഉത്തരസ്ഥലം. ചോദ്യം 58. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സംസ്ഥാനം ഏത്? ഉത്തരം ബി ആണ്, ജാർഖണ്ഡ്. ചോദ്യം 59. ിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ഏത്? ചോദ്യം 59. എ ആണ് ഇതിൻ്റെ ഉത്തരം, കുമരകം. ചോദ്യം 60. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ചോദ്യം 60. ഉത്തരം ഡി ആണ്, കൊടുങ്ങരപ്പള്ളം പുഴ. 61. മനുഷ്യരെ ഏത് ആവരണം ചെയ്താണ് പെരിക്ക എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? 61. ഉത്തരം ഡി ആണ്, ഹൃദയം. ചോദ്യം 2. അന്തരീക്ഷ വായുവിലൂടെ രോഗം ഏത്? അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം? ഉത്തരം സി ആണ്, കുഷ്ഠം. ചോദ്യം 60. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം? ചോദ്യം 63. ഉത്തരം ഡി ആണ്, ചോദ്യം 64. ഭക്ഷ്യ നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ചോദ്യം 64. ഉത്തരം എ ആണ്, ടാക്ട്രസിൻ. ചോദ്യം 65. കേരളത്തിലെ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ബി ആണ്, വയോമതി. ജന്മദേശം? ചോദ്യം 66. ഉത്തരം എ, പപ്പായുടെ ജന്മദേശം. ചോദ്യം 67. നെൽച്ചെടി ആര്? നെൽച്ചെടിയിലെ പരാഗണകാരി ആര്? ഉത്തരം സി ആണ്, ചോദ്യം. വൻ നാശനഷ്ടം വരുത്തിയ ഓക്കി ദുരന്തം ഉണ്ടായത് എന്ന്? ചോദ്യം 68. ഉത്തരം ബി ആണ്, 2000 നവംബർ 29. ചോദ്യം 9. ചന്ദ്ര എന്ന വിളയുടെ ഏത് വിളയുടെ ാണ്? ചോദ്യം 69. ഉത്തരം ഡി ആണ്, തെങ്ങ്.
ചോദ്യം 70. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചോദ്യം 70. ഉത്തരം എ ആണ്, തെന്മല. ചോദ്യം 71. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം ഏത്? ഉത്തരം എ ആണ്, പ്രോട്ടോൺ. ചോദ്യം 70. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ചോദ്യം 72. ഉത്തരം സി ആണ്, സിങ്ക്. ചോദ്യം 73. ആധുനിക പീരിയോഡിൽ ഏത് ഗ്രൂപ്പിലാണ് എത്തിയിരിക്കുന്നത്? ചോദ്യം 73. ഉത്തരം ഡി ആണ്, ഗ്രൂപ്പ് 18. ചോദ്യം 74. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം. ഉത്തരം ബി ആണ്, ഓക്സിജൻ. ചോദ്യം 75. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH ധരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ചോദ്യം 70. ഉത്തരം ബി ആണ്, 3. ചോദ്യം 76. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ചോദ്യം 76. ഉത്തരം എ ആണ്, 27/1/3 ദിവസം. ചോദ്യം 77. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ഏത്? ഉത്തരം ഡി ആണ്, ഊഞ്ഞാലിൻ്റെ ചലനം. ചോദ്യം 78. വിവിധ ദർപ്പണങ്ങളുടെ തന്നിരിക്കുന്നത് ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതയായി പരിഗണിക്കാവുന്നത് ഏത്? ചോദ്യം 78. ഉത്തരം സി ആണ്, ബിയും സിയുമാണ്. ചോദ്യം 79. സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷിക്കുന്ന രീതിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബി, സംവഹനം. ചോദ്യം 80. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുമന്നു കാണുന്ന നക്ഷത്രം ഏത്? ചോദ്യം 80. ഉത്തരം സി ആണ്, തിരുവാതിര. ചോദ്യം 81. രമ സ്കൂളിൽ നിന്നും 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 8 മീറ്റർ ദൂരം 8 മീറ്റർ ദൂരം കൊണ്ടും വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര? അതിൻ്റെ ഉത്തരം ബി ആണ്, 5/3 മീറ്റർ പെർ സെക്കൻഡ്. ചോദ്യം 82. സ്ക്വയർ റൂട്ട് ഓഫ് 0.0064. ഉത്തരം 82. അതിൻ്റെ ഉത്തരം ഡി ആണ്, 0.08. 750 ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണമാകുന്നത്? ചോദ്യം 83. ഉത്തരം ബി ആണ്, 30. ചോദ്യം 80. 20 രൂപയാകുന്നു. 3 വിലയെങ്കിൽ പെൻസിൽ എത്ര? ചോദ്യം 84. അതിൻ്റെ ഉത്തരം ബി 5. ചോദ്യം 85. ക്രിയ ചെയ്യുക. ചോദ്യം 85. ഉത്തരം സി ആണ്, ചോദ്യം 86. ചോദ്യം 86ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 87. 1 കിലോ ആപ്പിളിൻ്റെ വില 180 രൂപ. ഇത് 201.60 രൂപയ്ക്ക് വിറ്റു. ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുക. ചോദ്യം 87. ഉത്തരം ബി ആണ്, 12%. ചോദ്യം 88. ക്രിയ ചെയ്യുക. 8/5 + 1/7 - 3/10. ചോദ്യം 88. ഉത്തരം ബി ആണ്, 101/70. ചോദ്യം 89. ചോദ്യം 89. അതിൻ്റെ ഉത്തരം സി ആണ്, ചോദ്യം 90. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 180 സെൻറ്റിമീറ്റർ ആകുന്നു. ഇതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 155, 152 ആകുന്നുവെങ്കിൽ 5ാമത്തെ കുട്ടിയുടെ ഉയരം എത്ര? ചോദ്യം 90. ഉത്തരം എ ആണ്, 147. ചോദ്യം 91. 272, 30 ഇവയുടെ ഉസാക കാണുക. ചോദ്യം 91. ഉത്തരം സി ആണ്, 6. ചോദ്യം 92. റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആകുന്നു. ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ്. എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സ് എത്ര? ചോദ്യം 92. ഉത്തരം എ ആണ്, 5, 1/2, 1/2. എ ആണ് അതിൻ്റെ ഉത്തരം. 93. 5x = 125 ആയാൽ എക്സ് എത്ര?
ചോദ്യം 93. ഉത്തരം ബി ആണ് 3. ചോദ്യം 94. ഒരാൾ നിൽക്കുന്നിടത്ത് നിന്നും തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. അവിടെ നിന്നും പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ നടന്നു. എന്നാൽ യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും ഇപ്പോൾ നിൽക്കുന്ന കുറഞ്ഞ ദൂരം എത്ര? ചോദ്യം 94ൻ്റെ ഉത്തരം സി ആണ് 5 കിലോമീറ്റർ. ചോദ്യം 95. ഒറ്റയാനെ കണ്ടെത്തുക. 425, 230, 317, 165. ചോദ്യം 95. ഉത്തരം സി ആണ് 317. ചോദ്യം 96. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ്, പ്ലസ് എന്നാൽ പ്ലസ്, ഇൻറ്റു എന്നാൽ മൈനസ് ആയാൽ താഴെ കൊടുത്തിരിക്കുന്ന ക്രിയ ചെയ്യുക. ചോദ്യം 96. ഉത്തരം ബി ആണ് 59. ചോദ്യം 97. പെട്ടെന്നുള്ള തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ എഴുതുക. ചോദ്യം 97. ഉത്തരം സി ആണ് 56. ചോദ്യം 98. ഒരു സംഖ്യയുടെ 5/8 ഭാഗവും ഒരു സംഖ്യയുടെ 2/3 ഭാഗവും കൂട്ടിയാൽ 62 കിട്ടും. എന്നാൽ ഏത്? സി ആണ് അതിൻ്റെ ഉത്തരം 48. ചോദ്യം 99. 5 × 7 സമമായാൽ 4 × 2 എത്ര? ചോദ്യം 99. സി ആണ് അതിൻ്റെ ഉത്തരം 51. ചോദ്യം 100. ചോദ്യം 100ൻ്റെ ഉത്തരവും സി ആണ്, 3 ആണ് അതിൻ്റെ ഉത്തരം. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.